ഷാജിൻ സ്കറിയയുടെ വണ്ടി ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. ഞങ്ങളുടെ കോൺവോയുടെ ഇടയിലേക്ക് ഒരു താറ് പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ച് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് മാറുകയും വണ്ടി ഒതുക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ശൈലിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നു. വണ്ടി നിർത്തി ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഇത് ഇത് വേറൊരു കേസാണ്. ഈ പറഞ്ഞ താറ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വണ്ടിയിലേക്ക് ഉറഞ്ഞ് ഷാജൻ്റെ വണ്ടിയുടെ സൈഡിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടുകൊണ്ടാണ് പുള്ളി നിർത്തിയത്. കുറേ പേര് കൂട്ടം കൂടി ഒരു 3-4 പേര് നിന്നിട്ട് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഷാജിൻ സ്കറിയനെ ഇങ്ങനെ ഇടിക്കുകയും അങ്ങനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കാണുന്നത് ഷാജിൻ സ്കറിയയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നത് വളരെ നിസ്സഹായാവസ്ഥയിൽ ഇടത് സൈഡിലുള്ള സീറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന ഷാജിൻ സ്കറിയനെയാണ് പിന്നെ ഞാൻ കാണുന്നത്. നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻ സ്കറിയയ്ക്ക് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ മങ്ങാട്ട് കവലയിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു. ആ മർദ്ദനമേറ്റ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചത് പരിശോധിക്കാം. വെള്ളിയാഴ്ചയാണ് ഷാജിൻ സ്കറിയ തിരുവനന്തപുരത്ത് നിന്നും എരുമേലിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബിനോയിച്ചൻ്റെ മകൻ്റെ വിവാഹത്തിന് പങ്കെടുക്കുവാനായിട്ടാണ് എത്തിയത്. പിന്നീട് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അദ്ദേഹം എരുമേലിയിലെ വീട്ടിൽ നിന്നും തൊടുപുഴയിലേക്ക് തിരിക്കുകയായിരുന്നു. 4 മണിയോടെ അദ്ദേഹം മുതലത്തടം പള്ളിയിലെത്തുന്നു. ആ പള്ളിയിലെ വിവാഹ ചടങ്ങിന് ശേഷം ബിനോയിച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നു. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അവിടെ നിന്നും വൈകുന്നേരം 6 മണിയോടുകൂടി റിസപ്ഷൻ നടക്കുന്ന മടപ്പറമ്പിൽ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് വാഹനങ്ങൾ ഈ വധൂവരന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഷാജിൻ സ്കറിയയുടെ വാഹനത്തെ ആക്രമിക്കുവാനായി ഈ അക്രമികൾ താർ ജീപ്പുമായി എത്തുന്നത്. വാഹനവ്യൂഹം ഏകദേശം ഇക്കാണുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ താർ ജീപ്പ് കൊണ്ടുവന്ന് ഇടിക്കുന്നത്. ഈ കാണുന്ന ഒരു സാൻമില്ലുണ്ട്. ആ സാൻമില്ലിൻ്റെ സമീപമായിട്ട് ഒരു ഹമ്പുണ്ട്. ഈ ഹമ്പിനടുത്ത് വെച്ചാണ് ഈ താർ ജീപ്പ് ഷാജിൻ സ്കറിയ സഞ്ചരിച്ചിരുന്ന ഫോർച്യൂണർ വാഹനത്തിലേക്ക് ഇടിച്ച് കയറ്റുന്നത്. ഇതോടുകൂടിയിട്ട് ഷാജിൻ സ്കറിയ ഈ വാഹനം ഈ വിവാഹ പാർട്ടിയുടെ കൂടെ ഉള്ളതാണ് എന്ന് കരുതി എന്ത് സംഭവിച്ചതാണ് എന്ന് അറിയുവാൻ വേണ്ടി ഷാജിൻ സ്കറിയ തൻ്റെ കാറിൻ്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തുകയാണ്. ഈ സമയമാണ് അക്രമികൾ വന്ന് ബലമായി അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡോറുകൾ വലിച്ചു തുറന്ന് അകത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ആദ്യം ഇടിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തുടരെ ഇടിക്കുകയായിരുന്നു. ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. ഈ സമയമാണ് ഈ വിവാഹ പാർട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന ഈ ബിനോയുടെ സഹോദരൻ മനോജ് വേഗം എത്തുന്നതും അദ്ദേഹം ഈ അക്രമികളെ പിടിച്ചു മാറ്റുന്നതും വാഹനമെടുത്ത് മുന്നോട്ട് പോകുന്നതും. ആ ഒരു അക്രമത്തിൽ നിന്നും ഷാജിൻ സ്കറിയയെ രക്ഷിച്ചതും അക്ഷരാർത്ഥത്തിൽ മനോജേട്ടനാണ്. മനോജേട്ടനോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. എന്തായിരുന്നു ചേട്ടാ ആ സമയത്ത് സംഭവിച്ചത്? അതായത് എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ് വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം. അപ്പോൾ അവിടെ ഷാജിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ കോൺവോയ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് ഷാജിൻ്റെ വണ്ടിയുടെ അതായത് ഞങ്ങളുടെ കോൺവോയുടെ ഇടയിലേക്ക് ഒരു താറ് പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ച് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് മാറുകയും നോക്കുമ്പോൾ ഷാജിൻ സ്കറിയയുടെ വണ്ടി ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ അത് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അപ്പോൾ എന്തോ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ പുറയിലാണ് ഞങ്ങളുടെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി ഒതുക്കിയിട്ടാക്കണപ്പോൾ എന്ത് പറ്റി, ഇനി വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ട് ഒന്നിച്ച് വീണ്ടും പോകാനാണോ എന്ന് നോക്കി കഴിഞ്ഞ് എന്ന് വിചാരിച്ചാണ് ഞങ്ങളും വണ്ടി ഒതുക്കിയത്.
വണ്ടി ഒതുക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ശൈലിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കോൺവോയിൽ വന്നാക്കുന്ന വണ്ടികൾ തമ്മിൽ ആണല്ലോ എന്താണ് സംബന്ധം അറിയാൻ വേണ്ടി ഞാനും വണ്ടി നിർത്തി ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഇത് ഇത് വേറൊരു കേസാണ്, അപ്പോൾ വേറെ കേസാണ്, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് അവർ പറയണത്. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ പന്തിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ പറഞ്ഞ എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴും ഈ ആർഗ്യുമെൻറ്റ് ഷാൻ ചേട്ടൻ്റെ ജസ്റ്റ് അന്നേരമാണ് വിൻസ്ക്രീൻ താഴ്ത്തിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഷാൻ ചേട്ടനും ഇത് നമ്മുടെ കൂടെ വന്നാക്കുന്ന വണ്ടി ഏതൊരു വണ്ടി ഈ പറഞ്ഞ താറ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വണ്ടിയിലേക്ക് ഉറഞ്ഞ് ഷാൻ ചേട്ടൻ്റെ വണ്ടിയുടെ സൈഡിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടുകൊണ്ടാണ് പുള്ളി നിർത്തിയത്. പിന്നെ ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ബൂസ്റ്റ് ആവുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് പറയുന്നു, അത് എന്താണ് ഇത്, കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് തീർക്കാമല്ലോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പിന്നെ അറ്റാക്കാണ് പിന്നെ കാണുന്നത്. അതായത് കുറേ പേര് കൂട്ടം കൂടി ഒരു 3-4 പേര് നിന്നിട്ട് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഷാജിൻ സ്കറിയയുടെ ഇങ്ങനെ ഇടിക്കും, അങ്ങനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധുവിൻ്റെ കല്യാണത്തിന് വന്ന ഗസ്റ്റാണ്, അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഞങ്ങളോട് വീണ്ടും അവർ പറയുന്നുണ്ട്, നിങ്ങൾ മാർക്ക് പോക്കൊന്നും പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കൂട്ടാക്കാതെ, കാരണം അത് ശരിയല്ലോ, ഒരാളെ പിന്നെ ഒരു അകാരണമായിട്ട് അതിക്രൂരമായിട്ട് തന്നെയാണ് മർദ്ദിക്കുന്നത്, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പറ്റുന്ന പോലെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ കൂടെ എൻ്റെ വൈഫ് ഇറങ്ങി വരുന്നുണ്ട്. വൈഫ് എന്ന് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ വെച്ച് ഇങ്ങനത്തെ ഇത് കാര്യങ്ങൾ ചെയ്യല്ലേ. അപ്പോൾ ഏതായാലും ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കാണുന്നത് ഷാജിൻ സ്കറിയയുടെ മൂക്കിൽ നിന്നും പിന്നെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്ന വളരെ നിസ്സഹായാവസ്ഥയിൽ ഇടത് സൈഡിലുള്ള സീറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന ഷാജിൻ സ്കറിയനെയാണ് പിന്നെ ഞാൻ കാണുന്നത്. പിന്നെ എനിക്കുണ്ടായിരുന്ന മാർഗം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വണ്ടിയെടുത്ത് പുള്ളിനെ ഇവിടെ നിന്ന് പിന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ വണ്ടിയെടുത്ത് മൂവ് ചെയ്യില്ല. അവിടെ നിൽക്കുന്നതോറും സാഹചര്യങ്ങൾ വഷളാവുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ കയറിയിരുന്ന ഷാജിൻ ചേട്ടൻ്റെ വണ്ടിയെടുത്ത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയത്. പിന്നെ പോകുന്ന പോക്കിലാണ് പിന്നെ ഞങ്ങൾ പിന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ്, പിന്നെ ഞങ്ങളോട് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് അഡ്മിറ്റായി. അപ്പോഴത്തേക്കും പോലീസൊക്കെ അവിടെ എത്തി സഹായത്തിന് ആൾക്കാർ ഇതുപോലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫർദറുള്ള ഇനീഷ്യൽ അസസ്മെൻറ്റും കാര്യങ്ങളും വെച്ച് പിന്നെ അങ്ങോട്ട് റെഫർ ചെയ്തു വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ അങ്ങനെയാണ് അങ്ങോട്ട് ഫർദർ സ്കാനിങ് വേണമെന്ന് പറഞ്ഞത്. ആ സമയത്തൊക്കെ ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ ഷാജിൻ സ്കറിയ ഒരു പാതി ബോധത്തിലായിരുന്നു. കാരണം പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല, ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ശല്യമായിട്ടുണ്ട്. നന്നായിട്ട് ചങ്കിനിടി കിട്ടിയ പോലെ എന്നോട് കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ചങ്കിന് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇടിയുടെ ആഘാതം എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവർ റെഫർ ചെയ്തിട്ട് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. കാരണം അവിടെ സൗകര്യങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് മാറ്റുകയത്. പിന്നെ അവിടം വരെയാണ് കാര്യങ്ങൾ ഉള്ളത്. പിന്നെ എൻ്റെ ഡീറ്റെയിൽ അവർ എഴുതിയെടുത്തു. പിന്നെ എന്നോട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴും ഷാൻ സ്കറിയ പറയുന്നുണ്ട്, നിങ്ങൾ പോയി കല്യാണത്തിന് അറ്റൻഡ് ചെയ്തു എന്ന് അങ്ങനെ പുള്ളിക്ക് സംസാരിക്കാറാവുന്ന സമയത്ത്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന്, കാരണം നമ്മുടെ ഗസ്റ്റായിട്ട് വന്നൊരാളാണല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ പറ്റുന്ന പോലെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഞാൻ കുറേ കഴിയുമ്പോൾ കല്യാണത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ജോയിൻ ചെയ്തത്. ജില്ലാ ആശുപത്രിയിൽ നിന്നും നേരെ എത്തിച്ചത് തൊടുപുഴയിലെ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. ഇവിടെ വിദഗ്ധ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ തൊടുപുഴ DYSPയും CAയും ഒക്കെ സ്ഥലത്തെത്തി. ആ CAയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള മാത്യൂസ് കൊലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ അക്രമികൾ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഷാജിൻ സ്കറിയയുടെ നേർക്ക് അഴിച്ചുവിട്ടത്. ഇതിൽ 2-ാം പ്രതി ഷിയാസ് ഇസ്മായിൽ ആക്കലാണ്. ഷാജിൻ സ്കറിയെ ആക്രമിക്കാൻ വളരെ കരുതലോടെ കൊട്ടേഷൻ സംഘത്തെ DYFI നിയോഗിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഈ മാത്യൂസ് കൊലപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകും എന്നാണ് ഷാജിൻ സ്കറിയ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തൊടുപുഴ പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവരുടെ മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ഇതിലെ 1-ാം പ്രതിയായിട്ടുള്ള മാത്യൂസ് കൊലപ്പള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിനോട് വിവരങ്ങൾ പോലീസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരമാണ് തൊടുപുഴ പോലീസ് പറയുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാജിൻ സ്കറിയയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. നെഞ്ചിന് ചതവുണ്ട്, മുഖത്ത് നീരുണ്ട്, ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. ഇതൊഴിച്ചാൽ മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. എങ്കിലും
ഇടിയുടെ ആ ഒരു ഭാഗമായി ഉള്ള വേദന മാറുവാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസവും കൂടി ആശുപത്രിയിൽ കഴിയണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നും ടി. അഭിഷേകറിനൊപ്പം ആർ. പിയൂഷ്, മറുനാടൻ TV.